ഗാസയിൽ അന്തിമ പോരാട്ടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ നെതന്യാഹുവിനോട് ആജ്ഞാപിച്ചിരിക്കുകയാണ് ട്രംപ്. കാരണം കഴിഞ്ഞ ദിവസം ദോഹയിൽ ഒരു സമാധാന ചർച്ച, അതായത് സമാധാന ചർച്ചകൾ പലവട്ടം നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന സമാധാന ചർച്ചയും അലസിപ്പിരിയുകയാണ് ഉണ്ടായത്. അതായത് ഹമാസ് എടുത്ത കടുത്ത നിലപാടുകളുടെ പേരിലാണ് ഈ ചർച്ച അലസിപ്പിരിഞ്ഞത് എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ ദോഹയിലാണ് ഈ ചർച്ച നടന്നത്. അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അമേരിക്കയുടെ നിലപാടുകൾ അവതരിപ്പിച്ചത്. ഒരറ്റത്ത് ഹമാസും മറ്റേ അറ്റത്ത് ഇസ്രയേലും നിലപാടുകൾ എടുക്കുന്നു. ഇവരുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക ഇതിലിടപെട്ടത്. പക്ഷേ അമേരിക്കൻ സംഘത്തിന് കടുത്ത നിരാശയാണ് ഈ ചർച്ചയിൽ ഉണ്ടായത്. അതായത് ഹമാസിന് സമാധാനത്തിലേക്ക് എത്താൻ താല്പര്യമില്ല. അതിൻ്റെ പേരിലാണ് അവർ ഈ ചർച്ച അത് ഫലവത്താകാതെ പോകാനുള്ള കാരണം എന്നാണ് സ്റ്റീവ് വിറ്റ്കോഫ് പിന്നീട് പ്രതികരിക്കുകയും ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്കോട്ട്ലൻഡ് പര്യടനത്തിന് തിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് നടത്തിയ മാധ്യമ അഭിസംബോധനയിലാണ് ഹമാസിൻ്റെ കാര്യത്തിൽ കർശന നിലപാട് അദ്ദേഹം എടുത്തത്. അതായത് ഹമാസിന് സമാധാന താല്പര്യമില്ല, അവർക്ക് മരിക്കാനാണ് താല്പര്യം എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് അവരുടെ ഈ കടുംപിടുത്തം നമുക്ക് അവിടുത്തെ ജോലി എത്രയും പെട്ടെന്ന് തീർക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ അതായത് അവിടെ സൈനികമായി തന്നെ ഇടപെടാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി സുപ്രധാനമായി പറഞ്ഞു. അതായത് ഈ ഹമാസിൻ്റെ പിടിയിൽ ഒരു അമേരിക്കൻ വംശജനായ ഒരു ഇസ്രയേലി പൗരൻ പിടിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഏദൻ അലക്സാണ്ടർ എന്നാണ്. അപ്പോൾ അമേരിക്കയുടെ ആ കാര്യത്തിലുള്ള അമേരിക്കയുടെ ഒരു ആശങ്ക ഇപ്പോൾ തീർന്നു കഴിഞ്ഞു. കാര്യം അമേരിക്കൻ പൗരൻ ആയിട്ടുള്ള ഒരാൾ, ഹമാസിൻ്റെ പിടിയിലുള്ളയാൾ ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഹമാസിന് ഒരു വിലപേശലിനും സാധ്യതയില്ല. അതുകൊണ്ട് ഇനി ഹമാസിനെതിരെ അമേരിക്കയ്ക്ക് എന്തും നടപടി എടുക്കാവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യം ഹമാസിനറിയാം. അത് അവർക്ക് മരിക്കാനാണ് താല്പര്യം, അവർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു വിശദീകരണം. വളരെ അതായത് അവിടുത്തെ നിലവിലെ സ്ഥിതി പരിഗണിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു സമാധാന ചർച്ച, അതായത് 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ചാണ് ചർച്ച നടന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ധാരണയിലേക്കും കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അതായത് ബന്ദികളെ മോചിപ്പിക്കൽ, അതാണ് പ്രധാന സംഗതി. ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്ന നിലപാട്, ഇപ്പോൾ അവരൊരു പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കുകയാണ്. കാരണം വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ബന്ദികളുടെ മോചനം എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ഇസ്രയേൽ ഇപ്പോൾ പരിഗണിക്കുന്നത്. ഏതാണ്ട് ഹമാസിൻ്റെ കയ്യിൽ ഏതാണ്ട് 8ഓളം ഇസ്രയേലി പൗരന്മാർ ബന്ദികളായിട്ടുണ്ട്. അതേപോലെ കുറച്ച് പേരുടെ മൃതദേഹങ്ങളും ഹമാസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിട്ടുകിട്ടുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ നിലപാട്. പകരമായി ഇസ്രയേലിൻ്റെ കയ്യിൽ ഏതാനും ഫലസ്തീൻകാരെ അവരും തടവിലാക്കിയിട്ടുണ്ട്. അവരെ മോചിപ്പിക്കും എന്നുള്ള നിലപാടാണ് ഇസ്രയേൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് ഇനി അടുത്ത നടപടി എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഹമാസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഗസയിലെ നിലവിലെ സാഹചര്യം പരിഗണിച്ചാണ് ഞങ്ങൾ നിലപാടെടുത്തത്. എന്നാൽ അത് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിലപാടെടുക്കാൻ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ തയ്യാറായില്ല എന്നുള്ളതാണ് ഹമാസ് വിശദീകരിക്കുന്നത്. ആശ്ചര്യകരമാണ്, എന്തുകൊണ്ടാണ് ഹമാസിനെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് ഹമാസ് ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഇസ്രയേലിൻ്റെ നയങ്ങൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഇസ്രയേലിന് വേണ്ടി ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ മാത്രമാണ് അമേരിക്ക ശ്രമിച്ചത്. നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികൾ പ്രകാരം, അജണ്ടകൾ പ്രകാരമാണ് ചർച്ചകൾ നടന്നത്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇസ്രയേലും അമേരിക്കയും തയ്യാറായില്ല എന്നുള്ളതാണ് ഹമാസ് വിശദീകരിക്കുന്നത്. അവർ ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കുമെന്ന് പറയുന്നു. പക്ഷേ എത്രത്തോളം ആ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നറിയില്ല. എന്നാൽ ഈ മധ്യസ്ഥ ശ്രമം നടത്തിയ ഈജിപ്തും ഖത്തറും എടുക്കുന്ന നിലപാടാണ് ഇതിൽ നിർണായകം. അവർ പറയുന്നു, ഇത്തരത്തിൽ അലസിപ്പിരിയുക എന്നുള്ളത് ഇത്തരം സമാധാന ദൗത്യങ്ങളുടെ ഭാഗമാണ് എന്ന് കരുതി നമ്മൾ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നില്ല. ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കും, ആ പ്രശ്നം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്നിരുന്നാലും ഇനി ഇത്തരത്തിലുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അത്തരത്തിൽ കാര്യം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം സൈനികമായി തന്നെ ഇടപെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ അവിടെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള സൈനിക നടപടികൾ നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മാനുഷിക പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ജോലി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കൂ എന്നുള്ള
ട്രംപിൻ്റെ ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹുവിന് കിട്ടുന്നുണ്ട്. അതായത് ഫിനിഷ് ഇറ്റ് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എത്രയും പെട്ടെന്ന് ആ പരിപാടി അവസാനിപ്പിക്കുക. കാര്യം അവിടുത്തെ നിലവിലെ സ്ഥിതി അതിദയനീയമാണ്. അപ്പോൾ ഈ ആളുകളെ ഇത്തരത്തിൽ, അതായത് മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വെച്ച് വിലപേശുകയാണ് ഹമാസ് എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നിലപാട്. അതായത് അവിടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ, മരുന്ന് കിട്ടാതെ, വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ വലിയ ദുരിതത്തിലാണ്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി അവിടെ നടക്കുന്നു. ലോകാരോഗ്യ സംഘടന അടക്കം പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് പറയുന്നു ഇതൊരു മനുഷ്യനിർമ്മിതമായ ഒരു ക്രൈസിസാണ്, ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണം. അതായത് നമുക്കറിയാവുന്ന പോലെ 2023 ഒക്ടോബർ 7-നാണ് ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേലിലേക്കുള്ള ഒരു ഒളിയാക്രമണം നടന്നത്. വലിയ രീതിയിലുള്ളൊരു ആക്രമണം നടന്നു. നിരവധി പേർ, ഇസ്രയേൽ പൗരന്മാരായ നിരവധി പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതിന് പ്രതികാരം എന്ന നിലയിൽ, മറുപടി എന്ന നിലയിലാണ് ഇസ്രയേൽ ഫലസ്തീനെതിരെ അല്ലെങ്കിൽ ഹമാസിനെതിരെ കടുത്ത രീതിയിലുള്ള സൈനിക നടപടികൾ തുടങ്ങി വെച്ചത്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അതായത് അവിടുത്തെ ഗാസയിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ഇപ്പോൾ ഒരു ചവറു കൂമ്പാരമായി മാറിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഏതാനും ആശുപത്രികളും ഏതാനും ചില സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ മാത്രം ഒഴിച്ചാൽ ബാക്കി ഒട്ടുമിക്ക കെട്ടിടങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു മാനുഷിക പ്രതിസന്ധി ഉണ്ട്. അവിടെ ഏതാണ്ട് 22 ലക്ഷത്തോളം പേർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. എന്നാൽ ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമോ വെള്ളമോ കൃത്യമായി അവിടെ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അവിടെ ഇസ്രയേൽ സേനയുടെ നേതൃത്വത്തിൽ ഇടയ്ക്ക് ഈ വിമാനമാർഗം ചില അവശ്യ സാധനങ്ങൾ ഇപ്പോൾ ഇട്ടുകൊടുക്കുന്നു. പക്ഷേ അതൊന്നും യഥാർത്ഥ പ്രതിസന്ധി പരിഹരിക്കാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അപ്പോൾ കൃത്യമായി, അതായത് ഈ ദുരിതാശ്വാസ സാമഗ്രികൾ, ഭക്ഷണം, വെള്ളം, മരുന്ന് അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ ഉള്ള ലോറികൾ അല്ലെങ്കിൽ റോഡ് മാർഗം എത്തിക്കുന്ന ആ ഒരു പദ്ധതി പുനരാരംഭിക്കപ്പെടണം. അത് കൃത്യമായി അതിൻ്റെ ആരാണോ അതിൻ്റെ അർഹരായിട്ടുള്ളവർ അവരിൽ തന്നെ എത്തണം എന്നുള്ളത് ഉറപ്പാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഗാസ നിവാസികളുടെ ആവശ്യം. കാരണം ഈ അവശ്യ വസ്തുക്കൾ ചിലർ കൈയടക്കി വെക്കുന്നു. പ്രത്യേകിച്ച് ഹമാസ് അടക്കമുള്ള, അതായത് സംഘടിത ബലമുള്ളവർ, സായുധ ബലമുള്ളവർ, ആയുധശേഷിയുള്ളവർ ഇതെല്ലാം പിടിച്ചടക്കി വെച്ച് അവർ അത് കരിഞ്ചന്തയിൽ വിൽക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാണ്, പ്രബലമാണ്. അത് കുറച്ചൊക്കെ ആ കാര്യത്തിൽ നമ്മൾ വാസ്തവമുണ്ട് താനും. അപ്പോൾ അത്തരത്തിൽ അർഹരായവർക്ക് ഈ ഒരു ധനസഹായം കിട്ടണം എന്നുള്ളതാണ് ഗാസയിലുള്ളവരുടെ നിലപാട്. ഇനി അവിടുത്തെ അധികൃതരുടെ ഒരു കണക്ക് പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 9 കുട്ടികൾ കൂടി അവിടെ, അതായത് പോഷകാഹാര കുറവ് മൂലം അല്ലെങ്കിൽ ദാരിദ്ര്യം മൂലം, പട്ടിണി മൂലം 9 കുഞ്ഞുങ്ങൾ കൂടി മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നു എന്നുള്ള വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു നിലപാട്. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രാൻസ് ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാടെടുത്തിരിക്കുന്നു. നേരത്തെ G7 രാജ്യങ്ങളുടെ പങ്കാളിയായിരുന്നു ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അമേരിക്കയോടും ഇസ്രയേലിനോടും ഇക്കാര്യത്തിൽ ഐക്യപ്പെടേണ്ട രാജ്യമാണ്. എന്നാൽ ഫ്രാൻസ് ഇപ്പോൾ ഫലസ്തീൻ അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നു. അവരെ രാഷ്ട്രം എന്ന നിലയിൽ അംഗീകരിക്കും. അവിടെയുള്ള മാനുഷിക പ്രതിസന്ധി, അവിടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നു, ആ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ നിലപാട്. സമാനമായ നിലപാട് ബ്രിട്ടനും ജർമ്മനിക്കുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ സമ്മർദ്ദം അമേരിക്കയ്ക്കും ഇസ്രയേലിനും മേലുണ്ട്. അതായത് നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലർക്കും ഇപ്പോൾ ഒരു ഫലസ്തീൻ അനുകൂല നിലപാടുണ്ട് എന്നുള്ളതും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മേൽ വലിയൊരു സമ്മർദ്ദം ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളത് ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. അത് ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ സൈനികമായി തന്നെ ഇടപെട്ട് ആ പ്രശ്നം, അതായത് ഹമാസിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഗാസയെ മോചിപ്പിക്കുക എന്നുള്ള സൈനിക അജണ്ടയിലേക്ക് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ കടക്കുകയാണ്.